ഹായ്, ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. നമ്മൾ വളരെ ബേസിക് ലെവലിൽ നിന്ന് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ഒരാളാകുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രാമർ അത്യാവശ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. തീരെ ഗ്രാമർ അറിയാണ്ട് നമുക്ക് ഇംഗ്ലീഷ് തെറ്റില്ലാണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഗ്രാമർ ഒന്നും തന്നെ പഠിക്കാണ്ട് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാം, പക്ഷേ നമുക്കപ്പോൾ തെറ്റുകൾ വളരെ കൂടുതലായിരിക്കും. നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പഠിച്ചിട്ട് അതിനൊപ്പം നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സംസാരിക്കുന്ന സമയത്തെ തെറ്റുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം നമുക്ക് ഗ്രാമർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയായിരിക്കും. പക്ഷെ നമ്മളങ്ങനെ ഭയങ്കര വാസ്റ്റായിട്ടുള്ള രീതിയിലൊന്നും അല്ല പഠിക്കുന്നത്. നമ്മളിത് ബൈഹേർട്ട് ചെയ്തങ്ങ് പഠിക്കുകയും വേണ്ട, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വൊക്കാബുലറിയാണ്. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ മലയാളത്തിൽ നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് എല്ലാ വാക്കുകളും അറിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ എല്ലാ വാക്കുകളും എല്ലാം അല്ലെങ്കിൽ പോലും നമുക്ക് ഡെയിലി ഇംഗ്ലീഷ് സംസാരിക്കാൻ ആവശ്യമായ വാക്കുകളെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വിൽക്കാണ്ടൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. തെറ്റ് വരുന്നതും തെറ്റ് തിരുത്തുന്നതും അതിന് ശേഷമാണ്. നമുക്ക് ആദ്യം ആ വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വാക്കുകൾ എന്ന് പറയുമ്പം ഇതിനകത്ത് പല രീതിയിലുണ്ട്. വേർബ്സ് ആയിട്ടുണ്ട്, പ്രോണൗൺസ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പം ഞാൻ, നീ, എൻ്റേത്, നിൻ്റേത്, അവൻ്റേത് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ളതുണ്ട്. അത് കൂടാണ്ട് നമ്മളൊരു സ്ഥലങ്ങളുടെ പേര്, ഒരു സാധനങ്ങളുടെ പേര്, അങ്ങനെയുള്ളതുണ്ട്. ഇതിനെല്ലാം പല പേരുകളാണ്. നമ്മൾ ഓരോന്ന് പഠിക്കുമ്പം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫോംസ് ഓഫ് വേർബ്സ് ആണ്. അതായത് വേർബ്സ് എന്ന് വെച്ചാൽ ആക്ഷൻസ് എന്നാണ് അർത്ഥം. അതായത് നമ്മൾ പ്രവൃത്തികൾ, അതായത് നമ്മൾ ഓടുക, ചാടുക, കഴിക്കുക, ഉറങ്ങുക, അങ്ങനെ നമ്മൾ പ്രവൃത്തികളായിട്ട് നമ്മുടെ ഒരു ആക്ഷനും കൂടെ വരുന്ന കാര്യങ്ങളെയാണ് നമ്മളെപ്പോഴും വേർബ്സ് എന്ന് പറയുന്നത്. ഒരു വെർബിന് തന്നെ 3 ഫോംസ് ഉണ്ട്. അതായത് മലയാളത്തിൽ നമ്മൾ പറയുവാണെങ്കിൽ കഴിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ നോർമലി നമ്മൾ കഴിക്കുക എന്ന് പറയും. അതല്ലാണ്ട് നമ്മൾ കഴിച്ചു എന്ന് പറയും, കഴിക്കണം എന്ന് പറയും, ഇല്ലേ? അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഉണ്ട്. അതായത് V1, V2, V3. അതായത് ഇപ്പം നമ്മൾ കഴിക്കുക എന്നുള്ള വെർബിൻ്റെ തന്നെ എക്സാമ്പിൾ എടുക്കുക. അതായത് കഴിക്കുക, അതാണ് V1, അതായത് ഈറ്റ്. ഇപ്പോൾ എല്ലാ വെർബിനും ഇങ്ങനെ ഉണ്ട്. ഇപ്പം നമ്മൾ മലയാളത്തിൽ ഓടുക, ഓടി, ഓടണം, ഓടും എന്നൊക്കെ പറയുന്ന പോലെ ഇംഗ്ലീഷിലും എല്ലാ വെർബിനും ഈ 3 ഫോംസും ഉണ്ട്. അപ്പോൾ നമ്മൾ V1 എന്ന് പറയുന്ന ഫോമാണ് എല്ലാ വെർബിൻ്റെയും ബേസിക് ഫോം. അതിനെ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന വെർബെന്നും പറയും. അതായത് നമ്മൾ പറഞ്ഞു കഴിക്കുക എന്നതിന് വരുന്നത് ഈറ്റ് എന്നാണ്. രണ്ടാമത് വരുന്ന ഫോമാണ് V2. അതെപ്പോഴും പാസ്റ്റ് ഫോമാണ്, പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഫോം. അതായത് നമ്മൾ കഴിക്കുക എന്നൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ കാര്യമാകുമ്പോൾ അത് കഴിച്ചു എന്നാവും. ഏതൊരു കാര്യവും നമ്മൾ ചെയ്ത് കഴിഞ്ഞതിനെയാണ് നമ്മളെപ്പോഴും പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് ഏതൊരു കാര്യവും നമ്മൾ ചെയ്ത് കഴിഞ്ഞത് ആണ് എങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് ടെൻസിലാണ് പറയുക. അപ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബാണ് V2. അതായത് ഇപ്പം ഞാൻ കഴിച്ചു എന്നാണ് നമ്മൾ പറയേണ്ടതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് V2 ആയ ate എന്ന ഫോമാണ്. ഇനി അടുത്ത നമുക്ക് V3 നമ്മൾ അറിഞ്ഞിരിക്കുക. പക്ഷേ അത് നമ്മൾ ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകേണ്ട കാര്യമില്ല. നമ്മൾ ബേസിക് ലെവലിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്ന ഒരാളാകുമ്പോൾ ഈ V3 നമ്മൾ ഇപ്പോഴേ പഠിച്ചാൽ നമുക്കത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അതിനെ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിപ്പം പഠിച്ചു തുടങ്ങുമ്പോൾ എല്ലാ വെർബിൻ്റെയും 3 ഫോമും നമ്മൾ പഠിക്കണം. ഈ ഫോംസ്, അതായത് വേർബ്സ്, നമ്മൾ നിങ്ങൾക്കൊരു ലിസ്റ്റ് PDF നോട്ട്സ് അയച്ചു തരും. എല്ലാ ദിവസവും നമ്മൾ മിനിമം ഒരു 10 വെർബെങ്കിലും നമ്മൾ ബൈഹേർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് പ്രോപ്പറായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്കത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വാക്കുകൾ തന്നെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെ സംസാരിക്കുക? അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും മിനിമം ഒരു 10 വാക്കുകളെങ്കിലും പഠിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈറ്റ്,
ate, eaten. ഈ ഈറ്റൺ എന്നുള്ളതാണ് മൂന്നാമത്തെ ഫോം. അത് നമ്മൾ പഠിച്ചിരിക്കുക, അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പിന്നീട് ക്ലാസ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് പറയും കേട്ടോ. ഇപ്പോൾ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ റൺ. റൺ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഫസ്റ്റ് വൺ V1 വരുന്നത് റൺ എന്നും V2 വരുന്നത് റാൻ എന്നുമാണ്. റൺ എന്ന് വെച്ചാൽ ഓടുക, റാൻ എന്ന് വെച്ചാൽ ഓടി, അതാണ് V2. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേർബ്സ് വരുമ്പം ഈ വേർബ്സിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില വെർബുകൾക്ക് നമുക്ക് ഈ V2 ഫോം വരുമ്പോൾ നമ്മളൊരു ED ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മൾ വിളിക്കുക, കോൾ, വിളിക്കുക എന്നുള്ളതിന് കോൾ എന്ന് പറയും. അതിനെ നമ്മൾ വിളിച്ചു എന്ന് പറയുമ്പോൾ കോൾഡ്. ഒരു ഭൂരിഭാഗം വെർബുകളും നമ്മൾ V2 ഫോം വരുമ്പോൾ ഈ ED ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ കൂടുതലായിട്ട് വെർബുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കൂടുതലും വെർബുകൾ നമ്മൾ V2 ഫോം പാസ്റ്റ് ഫോമിലേക്ക് വരുമ്പോൾ ED ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയുള്ളത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ ചിലതുണ്ട് ഇതിൻ്റെ മൂന്നും വ്യത്യസ്തമായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈറ്റ്, ഏറ്റ്, ഈറ്റൻ, ഇതിൽ V1ഉം V2ഉം V3ഉം ഡിഫറൻ്റ് ആണ്. ഇതുപോലുള്ള കുറച്ച് വെർബുകളുണ്ട്. അത് നമ്മൾ നല്ല രീതിക്ക് ബൈ ഹേർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് തെറ്റാണ്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ പോവുക. പോവുക എന്നുള്ളതിന് നമ്മൾ ഗോ എന്ന് പറയും. പോയി എന്ന് പറയുമ്പോൾ വെൻറ്റ് എന്ന് പറയും. ഇനി അതിൻ്റെ തേർഡ് ഫോമാണ് നമ്മൾ ഗോൺ വരുന്നത്. ഇതും മൂന്ന് തരത്തിലാണ് വന്നേക്കുന്നത്. പക്ഷേ എല്ലാ വെർബുകളും ഇങ്ങനെയല്ല. ഇപ്പം നമ്മൾ അംഗീകരിക്കുക, അക്സെപ്റ്റ് എന്ന ഇത് നോക്കുക. അവിടെ ആണെങ്കിൽ നമുക്ക് V2 വരുമ്പോൾ അക്സെപ്റ്റഡ് എന്നാണ് വരുന്നത്. അവിടെ നമ്മൾ ED ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെർബുകൾ നല്ല രീതിയിൽ ബൈ ഹേർട്ട് ചെയ്യുക. നമ്മളിന്ന് പഠിച്ച ക്ലാസ്സിൽ പഠിച്ചത് ഫോംസ് ഓഫ് വെർബാണ്. എല്ലാ വെർബിനും 3 ഫോംസ് ഉണ്ട്, V1, V2, V3. V1 നമ്മൾ എപ്പോഴും പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഒക്കെ എന്താണെന്ന് നമ്മൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക, V1 എപ്പോഴും പ്രസൻറ്റ് ടെൻസിലും V2 എപ്പോഴും പാസ്റ്റ് ടെൻസിലുമാണ് യൂസ് ചെയ്യുക. നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം.